എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ കണ്ടിട്ടുണ്ടാവുന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷേ നിങ്ങളിൽ എത്ര പേര് ഒരു കപ്പലിൻ്റെ വർക്ക്ഷോപ്പ് കണ്ടിട്ടുണ്ട്? ഈ വീഡിയോയിൽ ചൈനയിലുള്ള ഒരു കപ്പൽ വർക്ക്ഷോപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നവീൻ. എല്ലാവർക്കും സീമൻസ് ഡയറിയിലേക്ക് സ്വാഗതം. നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം 15 വർഷം കൂടുമ്പോഴും അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ 5 വർഷം കൂടുമ്പോഴും ഫിറ്റ്നസ് റിന്യൂ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതേപോലെ തന്നെ 365 ദിവസവും വെള്ളത്തിൽ കിടക്കുന്ന ഈ കപ്പലുകൾ എല്ലാ 5 വർഷം കൂടുമ്പോഴും ഫിറ്റ്നസ് റിന്യൂ ചെയ്യണം എന്നുള്ള ഒരു റൂളുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു റിന്യൂവൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ 5 വർഷം കൂടുമ്പോഴുള്ള വർക്ക്ഷോപ്പുകളിൽ മാത്രമാണ് കപ്പലിനെ കരയിൽ നിർത്തി സാധാരണഗതിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളെയാണ് ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുള്ളത് ഡ്രൈ ഡോക്കിൻ്റെ റിപ്പയർ ബർത്തിലാണ്. വെള്ളത്തിൽ തന്നെയാണ് കപ്പലുള്ളത്. ഏകദേശം 10 ദിവസത്തേക്ക് നമ്മൾ റിപ്പയർ ബർത്തിലുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഡ്രൈ ഡോക്കിനകത്തേക്ക് പോകുന്നത്. ഞാനിപ്പോൾ ആദ്യം നിങ്ങളെ പുറത്തുള്ള കാഴ്ചകളൊന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമ്മൾ ഡ്രൈ ഡോക്കിനകത്ത് പോകുമ്പോൾ എങ്ങനെയാണ് കപ്പൽ പോകുന്നതെന്നും എന്താണ് ഡ്രൈ ഡോക്ക് എന്നുള്ള കാര്യമൊക്കെ ഞാൻ വിശദമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. സൗത്ത് ചൈന സിയെയും ഷാങ്ഹായ് പോർട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു പുഴയുടെ തീരത്താണ് ഈ ഡ്രൈ ഡോക്ക് ഉള്ളത്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ പോർട്ട് പോലെ തോന്നുമെങ്കിലും ഇവിടെ കാർഗോ ഹാൻഡിൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നും തന്നെയില്ല. പകരം കപ്പലുകളുടെ മെയിൻ്റെനൻസിന് ആവശ്യമായ സംവിധാനങ്ങളും ഹെവി ഡ്യൂട്ടി ക്രെയിനുകളുമൊക്കെയാണ് ഇവിടെയുള്ളത്. റിപ്പയർ ബർത്തിൽ പലതരത്തിലുള്ള കപ്പലുകളാണ് അടുപ്പിച്ച് നിർത്തിയിട്ടിരിക്കുന്നത്. ബൾക്ക് കാരിയറുകൾ, കണ്ടെയ്നർ ഷിപ്പുകൾ, ഓയിൽ ടാങ്കറുകൾ, വാഹനങ്ങൾ കയറ്റാൻ ഉപയോഗിക്കുന്ന റോറോ ഷിപ്പുകളൊക്കെ ഇവിടെ ഡ്രൈ ഡോക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. 2 തരത്തിലുള്ള ഡ്രൈ ഡോക്കുകളാണ് ഇവിടെയുള്ളത്. വാട്ടർ ടൈറ്റ് ഡോർ ഉപയോഗിച്ചിട്ടുള്ള ടാങ്ക് ടൈപ്പ് ഡ്രൈ ഡോക്കുകളും രണ്ടാമത്തേത് വെള്ളത്തിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കുകളുമാണ്. ഈ കാണുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കാണ്. ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് കപ്പലിൻ്റെ താഴെയുള്ള പ്ലാറ്റ്ഫോം താഴ്ത്താനും ഉയർത്താനും കഴിയുന്ന സിസ്റ്റമാണ് ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കുകളിൽ ഉപയോഗിക്കുന്നത്. വാഹനങ്ങൾ കയറ്റാൻ ഉപയോഗിക്കുന്ന റോറോ ഷിപ്പാണ് ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ഡ്രൈ ഡോക്കിലുള്ളത്. ഏക്കറുകൾ പരന്നു കിടക്കുന്ന ഒരു ഡ്രൈ ഡോക്കിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമ്മൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മൾ 10 ദിവസത്തേക്കാണ് റിപ്പയർ ബർത്തിലുള്ളത്. കപ്പൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കൊക്കെയാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ തൊട്ട് രാത്രി വരെ 10 ദിവസം ഫുള്ള് പണിയായിരിക്കും. നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂളാണ്. ഈ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് എന്തൊക്കെയാണ് പണിയെടുക്കുന്നതെന്നുള്ള വീഡിയോ ചിലപ്പം എടുക്കാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെയും കൂടെ പണിയെടുക്കുന്നവരൊക്കെ സേഫ്റ്റിക്ക് അതൊരു കൺസേൺ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തൊക്കെയാണ് പണിയെടുക്കുന്നതെന്ന് ഞങ്ങളുടെ ബ്രേക്ക് ടൈമിലൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഒന്ന് കാണിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരെ എൻജിൻ റൂമിലേക്ക് പോവാണ്. എൻജിൻ റൂമിലെ പണിയൊക്കെ കഴിഞ്ഞൊരു 10 ദിവസം കഴിഞ്ഞ് കപ്പൽ ഡ്രൈ ഡോക്കിൽ കയറുന്ന സമയത്ത് ബാക്കിയുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കപ്പലിൻ്റെ മെയിൻ എഞ്ചിൻ്റെ ഡീകാർബണൈസേഷൻ പ്രോസസ്സാണ് നമ്മൾ പ്ലാൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ്റെനൻസ് വർക്ക്. ഏകദേശം 1,00,000 bhp പവർ ഔട്ട്പുട്ടുള്ള ഒരു 12 സിലിണ്ടർ ട്രിപ്പിൾ ടർബോ ചാർജ് മെഗാ 2 സ്ട്രോക്ക് എഞ്ചിനാണ് ഞങ്ങളുടെ കപ്പലിലുള്ളത്. 12 അടി നീളമുള്ള ഒരു ലാഡർ വെച്ച് ഉള്ളിലിറങ്ങിയാണ് ലൈനർ ഇൻസ്പെക്ട് ചെയ്യുക. ഇങ്ങനെയുള്ള 12 സിലിണ്ടറുകളാണ് ഞങ്ങളുടെ എഞ്ചിനിലുള്ളത്. ഇതാണ് ഞങ്ങളുടെ എഞ്ചിൻ്റെ പിസ്റ്റൺ. കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ പിസ്റ്റൺ കണ്ടിട്ടുള്ളവർക്ക് ഈ എഞ്ചിൻ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു 2 സ്ട്രോക്ക് ലവറായ എനിക്ക് കപ്പലിലെ പണി ഇഷ്ടപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം ഇങ്ങനെയുള്ള എഞ്ചിനിലെ പണിയെടുക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. റിപ്പയർ ബർത്തിലെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രൈ ഡോക്കിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഡ്രൈ ഡോക്ക് എന്ന് പറയുന്നത് എൻ്റെ ഒരു കപ്പലിന് 366 മീറ്റർ നീളമുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കപ്പലിന് ഉള്ളിലേക്ക് കയറ്റി നിർത്താൻ പറ്റുന്ന അത്രയുള്ള ഒരു ടാങ്കിനകത്തേക്ക് കപ്പലിനെ കയറ്റി നിർത്തുകയാണ്. അപ്പോൾ അത് സീ വാട്ടർ ലെവലിലാണ്. അതുകൊണ്ട് തന്നെ കപ്പലിന് നേരെ ഈ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റും. കപ്പലിനെ ഈ ടാങ്കിൻ്റെ അകത്തേക്ക് കയറ്റിയ ശേഷം ഈ സീ വാട്ടറും ടാങ്കും കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഒരു വാട്ടർ ടൈറ്റ് ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് അടച്ച് ഈ ടാങ്കിനകത്തുള്ള വെള്ളമൊക്കെ പുറത്തേക്ക് പമ്പ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അങ്ങനെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കപ്പൽ താഴെ വെച്ചിരിക്കുന്ന ബ്ലോക്സിൻ്റെ മുകളിൽ ഇരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഓരോ കപ്പലിൻ്റെയും കൺസ്ട്രക്ഷൻ അനുസരിച്ച് പ്ലേസ് ചെയ്തതാണ്. 366 മീറ്ററുള്ള എൻ്റെ കപ്പലിനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കിൻ്റെ ഒരു വലിപ്പം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്തുള്ള വെള്ളമൊക്കെ പമ്പ് ഔട്ട് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. വെള്ളമൊക്കെ പമ്പ് ഔട്ട് ചെയ്തതിന് ശേഷം എന്താണ് ബ്ലോക്സ് എന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ താഴെ പോയിട്ട് കാണിച്ചു തരാം. നമ്മളെ കപ്പൽ ഇപ്പോൾ ഡ്രൈ ഡോക്കിനകത്താണുള്ളത്.
ടാങ്കിനുള്ളിലുള്ള വെള്ളമൊക്കെ നമ്മൾ പമ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് കപ്പൽ താഴെ വെച്ചിരിക്കുന്ന ബ്ലോക്സിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് താഴെ പോയിട്ട് കുറച്ച് ഇൻസ്പെക്ഷനൊക്കെ ചെയ്യാനുണ്ട്. പോകുന്ന വഴിക്ക് പുറകിലുള്ള വാട്ടർ ടൈപ്പ് ഗേറ്റ് എങ്ങനെയാണെന്നും താഴെ സാധാരണഗതിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത കപ്പലിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഡോക്കിൻ്റെ വാട്ടർ ടൈപ്പ് ഗേറ്റ്. ഡോക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിനേക്കാൾ ഉയരത്തിലാണ് സീ വാട്ടർ ലെവൽ ഉള്ളത്. ഈ ഒരു വാട്ടർ ടൈറ്റ് ഗേറ്റ് ആണ് സീ വാട്ടറിനെ ഡോക്കിൻ്റെ അകത്തേക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. നമ്മളെ കപ്പലിൻ്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് പ്ലേസ് ചെയ്തിട്ടുള്ള ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ബ്ലോക്കുകളുടെ മുകളിലാണ് നമ്മളെ കപ്പൽ ഇപ്പോൾ ഇരിക്കുന്നത്. കപ്പലിൻ്റെ മുഴുവൻ വെയിറ്റും ഈ ബ്ലോക്കുകളുടെ മുകളിൽ ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. കോൺക്രീറ്റ് ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ബ്ലോക്കുകളിൽ കപ്പലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ മാത്രം ഒരു മരക്കഷ്ണം വെച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പലിൻ്റെ ഹള്ള് ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മരക്കഷ്ണങ്ങൾ വെച്ചു കൊടുക്കുന്നത്. ഓരോ ബ്ലോക്കുകൾക്കും എൻ്റെ അത്രത്തോളം തന്നെ ഉയരമുണ്ട്. ദൂരത്തു നിന്ന് കാണുമ്പോൾ അടുപ്പിച്ചു വെച്ചാണെന്ന് തോന്നുമെങ്കിലും കപ്പലിൻ്റെ അടിയിലൂടെ ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്ന ഗ്യാപ്പുകളും ചില സ്ഥലങ്ങളിലുണ്ട്. കപ്പലിന് പെയിൻ്റ് അടിക്കുമ്പോൾ ബ്ലോക്കുകൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് പെയിൻ്റ് അടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ലേ എന്നത് എനിക്കും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. ഇതാണ് കപ്പലിൻ്റെ പ്രൊപ്പല്ലർ. ഏകദേശം 9 മീറ്റർ ഡയമീറ്ററുള്ള ഈ പ്രൊപ്പല്ലർ കറങ്ങുമ്പോഴുണ്ടാകുന്ന ത്രസ്റ്റിലാണ് കപ്പൽ മുന്നോട്ട് പോകുന്നത്. കപ്പലിൻ്റെ എഞ്ചിനുമായിട്ട് ഷാഫ്റ്റുകൾ ഉപയോഗിച്ചാണ് പ്രൊപ്പല്ലർ കണക്ട് ചെയ്തിരിക്കുന്നത്. പ്രൊപ്പല്ലറിൻ്റെ പുറകിലുള്ള റഡർ ഉപയോഗിച്ചാണ് കപ്പലിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ഇത് കപ്പലിൻ്റെ ഏറ്റവും മുൻഭാഗത്ത് വരുന്ന ബൾബോസ് ബോ ആണ്. കപ്പലിന് മുന്നോട്ട് പോകുമ്പോൾ വെള്ളത്തിൽ നിന്നുള്ള റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ് ബൾബോസ് ബോ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കാണുന്ന ചെറിയ 2 പ്രൊപ്പല്ലറുകളാണ് കപ്പലിൻ്റെ ബൗ ത്രസ്റ്റേഴ്സ്. കപ്പലിൻ്റെ മുൻഭാഗത്തിന് മാത്രം 2 വശങ്ങളിലേക്ക് മൂവ് ചെയ്യാനാണ് ബൗ ത്രസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മളെ കപ്പലിൻ്റെ ആങ്കർ. ഏകദേശം 10-15 ടണ്ണ് ഭാരം വരുന്ന ഒരു ആങ്കറാണിത്. ആങ്കറിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ സൈസ് വെച്ച് കമ്പയർ ചെയ്താൽ ആങ്കറിൻ്റെ ഒരു വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആങ്കറുകൾ ആങ്കർ ചെയിൻ ഉപയോഗിച്ചാണ് കപ്പലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. നമ്മൾ ഡ്രൈ ഡോക്കിംഗ് അങ്ങനെ അതിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ വന്ന് നിൽക്കുവാണ്. നാളെ രാത്രി തൊട്ട് കപ്പൽ നിർത്തിയിട്ടിരിക്കുന്ന ടാങ്കിൽ വെള്ളം നിറച്ച് കപ്പലിനെ ഫ്ലോട്ട് ചെയ്യിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് 2 മെയിനായിട്ടുള്ള ടാസ്കുകളാണുള്ളത്. ഒന്ന് കപ്പലിൻ്റെ പവർ ജനറേഷൻ റീസ്റ്റോർ ചെയ്യണം. അതുപോലെ രണ്ടാമത്തത് കപ്പലിൻ്റെ സ്റ്റീം പ്രൊഡക്ഷനും നമുക്ക് റീസ്റ്റോർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 2 പരിപാടികളുടെയും ഇൻചാർജ് കപ്പൽ 3rd എഞ്ചിനീയർ ആയതുകൊണ്ട് എനിക്കൊരു 2 ദിവസത്തേക്ക് ശിവരാത്രിയാണ്. കപ്പൽ ഡ്രൈ ഡോക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നവരെ എനിക്കിനി വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാനുള്ള സാധ്യതയില്ല. നമ്മളെ കപ്പലിപ്പം പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ ആ കാഴ്ച കൂടെ ഒന്ന് കാണിച്ചു തരാം. ഡ്രൈ ഡോക്കിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സെയിൽ ഔട്ട് ആയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്കുള്ള കണ്ടിന്യൂസ് ഓപ്പറേഷൻ കപ്പൽ തുടങ്ങിക്കഴിഞ്ഞു. ഇവിടുത്തെ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.